അതെ, ഒരു ചെറിയൊരു കാര്യം പറയട്ടെ. നിങ്ങളിത് മുഴുവനായി കേൾക്കുമല്ലോ. നമുക്ക് എല്ലാം അല്ലേ, മനസ്സിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പണായി തുറന്നു പറയാൻ പറ്റുന്ന ഒരു ചങ്ക് അല്ലെങ്കിൽ ഒരു ചങ്കത്തി നമുക്കുണ്ടാകുക എന്നത് വലിയൊരു കാര്യമാണ്. യാതൊരു സംശയമില്ലല്ലോ. സത്യമാണല്ലേ? പലർക്കും ആ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അല്ലേ? ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ സന്തോഷത്തിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്, ദുഃഖത്തിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്, പരാതികൾ പറയാനുണ്ട് അല്ലേ, ഒരുപാട് ദേഷ്യപ്പെടും അല്ലേ, പല പല വികാരങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ അല്ലേ ഒരു ദിവസം 24 hours അല്ലേ 24 മണിക്കൂറിൽ നമ്മൾ എന്താ പറയുക ഉണർന്നിരിക്കുമ്പോൾ തന്നെ പല പല വികാരം അല്ലെ പല പല ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ. ഇത് എല്ലാം നമ്മൾ എന്താ പറയുക നമ്മുടെ ഒരു ആത്മാർത്ഥ ഒരു സുഹൃത്തിനോട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുക, വിശ്വസിച്ച് ഷെയർ ചെയ്യാൻ പറ്റുക, ആ ഒരു വ്യക്തി എന്നും നമ്മുടെ കൂടെ ഉണ്ടാകുക, നമ്മളെ ഉപേക്ഷിക്കാതിരിക്കുക, നമ്മളെ കേട്ടിരിക്കുവാനും അതിനുള്ള പരിഹാരം അല്ലേ, ഒരു പക്ഷേ പരിഹാരമൊന്നും വേണ്ട, ഒരു ദേഷ്യപ്പെടുമ്പോൾ കുറച്ച് സമയം കേട്ടാൽ മതി, അല്ലെങ്കിൽ സങ്കടങ്ങൾ പറയുമ്പോൾ കുറച്ച് സമയം കേട്ടിരുന്നാൽ മതി, സന്തോഷങ്ങൾ അല്ല ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഷെയർ ചെയ്യാൻ ഒരു വ്യക്തി അല്ലേ, ഇത് മാത്രം മതി ഒരു വ്യക്തിക്ക് അല്ലേ. എന്നാൽ അവർക്ക് മറ്റൊരാളോട് പരാതിയോ പരിഭവമോ ദേഷ്യമോ കോപമോ ഒന്നും പ്രകടിപ്പിക്കാനുണ്ടായിരിക്കില്ല. അവർ വളരെയധികം മറ്റുള്ളവരുടെ മുന്നിൽ വളരെയധികം ശാന്തതയും സൗമ്യത്തോടു കൂടിയായിരിക്കും പെരുമാറുക. കാരണം ഇതെല്ലാം പ്രകടിപ്പിക്കുന്നത് മറ്റൊരാളിലൂടെയാണ്, മറ്റൊരു ആളുടെ മുന്നിലാണ് ഇതെല്ലാം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ആ ഒരു സുഹൃത്ത് എപ്പോഴും ഈ ഒരു വ്യക്തിയുടെ ഹൃദയമാണ്, ഈ ഒരു വ്യക്തിയുടെ കോൺഫിഡൻ്റ് ആണ്, ആത്മവിശ്വാസമാണ് അല്ലേ, ബലമാണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ ഇത്തരത്തിലുള്ള യഥാർത്ഥ സൗഹൃദം എല്ലാവർക്കും ലഭിക്കുന്നില്ല കേട്ടോ. വളരെ അധികം കുറച്ചു പേർക്ക്, 10,000-ൽ ഒരാൾക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന് പറയാം അല്ലേ. 10,000-ൽ ഒരാൾക്ക്. പലപ്പോഴും ഞാൻ നിൻ്റെ സുഹൃത്താകാം എന്ന് നടിച്ച് സുഹൃത്തായിട്ട് എന്നിട്ട് അവരെ മിസ്യൂസ് ചെയ്യുവാനും അവരെ നിരന്തരം ഉപദ്രവിക്കാനും അവരുടെ ഉള്ള മനസ്സിനെയും നോവിക്കാനും അവരുടെ സമാധാനം ഇല്ലാതാക്കാനും വേണ്ടിയാണ് പലരും ശ്രമിക്കാറ്. പക്ഷേ സത്യസന്ധതയോടു കൂടി ആത്മാർത്ഥതയോടു കൂടി നിന്നെ എനിക്ക് കൈവിടില്ല, എനിക്ക് ഇദ്ദേഹത്തെ കൈവിടില്ല, എനിക്ക് അവളെ കൈവിടില്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നും എൻ്റെ ഉള്ളു തുറന്ന് സംസാരിക്കുവാൻ അവൾ ഉണ്ടായിരിക്കും എന്ന വിശ്വാസം, അല്ലെങ്കിൽ അവനുണ്ടായിരിക്കും എന്ന വിശ്വാസം അവന് അല്ലെങ്കിൽ അവൾക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഊർജ്ജസ്വലമായി അവർ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇത്തരം സൗഹൃദങ്ങളിലൂടെ ഒരിക്കലും പരസ്പരം വഞ്ചിക്കരുത്. പരസ്പരം നിങ്ങൾ ഒരു നെഗറ്റീവിലേക്ക്, അതായത് നിങ്ങൾക്ക് ഒരിക്കലും പിരിയേണ്ടതായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകരുത്. കാരണം രണ്ടു പേരുടെ മനസ്സ് നിങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഷെയർ ചെയ്യുക, പരസ്പരം കൈമാറുക എന്നത് ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ്. അതിനെ ഒരിക്കലും മിസ്യൂസ് ചെയ്യരുത്, അതിനെ ഒരിക്കലും തകർക്കരുത്. ആ ഒരു വികാരത്തെ മാനിച്ചായിരിക്കണം മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും മുന്നോട്ടുള്ള സഞ്ചാരവും. കാരണം നമ്മളോട് ഒരാൾ സങ്കടം പറയുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക, അത് മൂന്നാമതൊരാളെ അറിയിക്കാതിരിക്കുവാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം നമ്മളുടേതാണ് അല്ലേ. പലർക്കും നമ്മളെപ്പോലുള്ള എല്ലാം കേട്ടിരിക്കുവാനും അവരുടെ സങ്കടങ്ങൾ കേട്ടിരിക്കുവാനും പ്രശ്നങ്ങളെ കാതോർത്തിരിക്കുവാനും അതിനുള്ള പരിഹാരങ്ങൾ നമുക്ക് നൽകുവാനും സാധിക്കുന്ന ഒരു വ്യക്തി ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് വലിയൊരു ഭാഗ്യമാണ് കേട്ടോ അല്ലേ. ഫോർ എക്സാമ്പിൾ, ഒരു ഭാര്യയ്ക്ക് അവളുടെ ഹസ്ബൻഡിന് അവളുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ പറ്റില്ല. ഒരു ഭർത്താവിന് അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് തീർക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാൽ അവർക്കിടയിലുള്ള നല്ലൊരു സൗഹൃദം, നല്ല ആശയവിനിമയം ചെയ്യാൻ പറ്റുന്നൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഏതൊരു വ്യക്തിക്കും ഉണ്ടായിരിക്കാം അല്ലേ, സ്വാഭാവികമാണ്. അതുപോലെ വിവാഹത്തിന് മുൻപും വിവാഹത്തിന് ശേഷവും എല്ലാം നല്ല സൗഹൃദം എന്നെന്നും നിലനിൽക്കും. അത് ഈ ജീവിതാവസാനം വരെ നിലനിൽക്കും കേട്ടോ. എന്നാൽ അതിനിടയിൽ നല്ലതല്ലാത്ത പ്രവണതകൾ കടന്നു പോകുമ്പോഴാണ് പാതി വഴിയിൽ വെച്ച് മുങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും സമാധാനം, സന്തോഷവും ആരോഗ്യം എല്ലാം നിലനിൽക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം കേട്ടോ, ചിന്തിക്കുക.